ഹലോ. ഒരു കർഷകൻ ഏറെ ഓമനിച്ചു വളർത്തിയിരുന്ന ഒരു കുതിര അയാൾക്കുണ്ടായിരുന്നു. പെട്ടെന്നൊരു ദിവസം ആ കുതിര എങ്ങോട്ടേക്കോ ഓടിപ്പോയി. ഗ്രാമത്തിലുള്ള ആളുകളൊക്കെ അയാളുടെ വീട്ടിൽ വന്ന് അയാളുടെ ദുഃഖത്തിൽ പങ്കുചേർന്നു. അവർ പറഞ്ഞു, ആ കുതിര ഓടിപ്പോയത് വല്ലാത്തൊരു നിർഭാഗ്യമായി പോയി. കർഷകൻ അവരോട് പറഞ്ഞു, ആയിരിക്കാം, ചിലപ്പോൾ അത് നിർഭാഗ്യമായിരിക്കാം. അടുത്ത ദിവസം ഓടിപ്പോയ കുതിര 7 കാട്ടുകുതിരകളെയും കൂട്ടി മടങ്ങി കർഷകന്റെ വീട്ടിലേക്ക് വന്നു. അപ്പോൾ ആളുകൾ കൂടി അത് വലിയ വാർത്തയായി. അവർ പറഞ്ഞു, നിനക്ക് വലിയ ഭാഗ്യമാണല്ലോ ലഭിച്ചിരിക്കുന്നത്. കർഷകൻ അപ്പോഴും മറുപടി പറഞ്ഞു, ആകാം, അതൊരു പക്ഷെ വലിയ ഭാഗ്യമാകാം. അതിനടുത്ത ദിവസം കർഷകന്റെ മകൻ കുതിരപ്പുറത്ത് കയറി സഞ്ചരിക്കുന്നതിനിടയിൽ കുതിരപ്പുറത്ത് നിന്ന് വീണ് അവൻ്റെ കാലൊടിഞ്ഞു. വീണ്ടും അയൽവാസികളൊക്കെ ചേർന്ന് അയാളോട് പറഞ്ഞു, നിർഭാഗ്യം നിന്നെ തേടി വീണ്ടും വന്നിരിക്കുന്നു. കർഷകൻ ശാന്തനായി പറഞ്ഞു, ആകാം, ഒരു പക്ഷേ അത് നിർഭാഗ്യമായിരിക്കാം. കുറച്ച് ദിവസങ്ങൾ പിന്നിട്ടപ്പോൾ രാജ്യത്ത് പട്ടാളം രാജ്യസേവനത്തിനായി യുവാക്കന്മാരെ അന്വേഷിച്ച് ഗ്രാമങ്ങൾ തോറും കയറിയിറങ്ങി നടക്കുന്നുണ്ടായിരുന്നു. അവർ കർഷകന്റെ വീട്ടിലുമെത്തി. പക്ഷേ അയാളുടെ മകന്റെ കാലൊടിഞ്ഞിരുന്നതിനാൽ അവനെ അവർ പട്ടാള സേവനത്തിലേക്ക് കൊണ്ടുപോയില്ല. അയൽവാസികൾ കർഷകന്റെ വീട്ടിൽ ഒരുമിച്ച് കൂടി. അവർ പറഞ്ഞു, നിനക്കെന്തൊരു ഭാഗ്യമാണ്, നിന്റെ മകനെ പട്ടാള സേവനത്തിന് അയക്കണ്ടല്ലോ. കർഷകൻ അപ്പോഴും പറഞ്ഞു, ആകാം, അതൊരു ഭാഗ്യമായിരിക്കാം. ഒരു വലിയൊരു ജീവിത പാഠം ഈ ചെറിയ കഥയ്ക്ക് പിന്നിൽ മറഞ്ഞിരിപ്പുണ്ട്. പൊതുജനം പലവിധമാണ്. നമ്മുടെ ജീവിതത്തിലെ ഓരോ സംഭവങ്ങൾക്കിടയിലും അവർ അവരുടെ അഭിപ്രായങ്ങളെ മാറ്റിക്കൊണ്ടിരിക്കും. ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കഷ്ടനഷ്ടങ്ങളൊക്കെ നമുക്ക് ശാപമുള്ളതുകൊണ്ടും നിർഭാഗ്യമുള്ളതുകൊണ്ടും സംഭവിച്ചതാണ് എന്നവർ പറയും. നമുക്ക് നന്മകൾ ഉണ്ടാകുമ്പോൾ അവർ വാഴ്ത്തിപ്പാടിക്കൊണ്ടിരിക്കും. നല്ലത് സംഭവിച്ചാലും മോശകരമായത് സംഭവിച്ചാലും നമ്മുടെ മനസ്സിൻ്റെ സമനില നഷ്ടപ്പെടാതിരിക്കുക എന്നുള്ളത് പ്രധാനമാണ്. ഇന്ന് തിരിച്ചടിയായി തോന്നുന്ന ഏത് സംഭവങ്ങളും നാളെ ജീവിതത്തിന് വിജയകരമായ തുടക്കങ്ങളായി മാറിയേക്കാം. ഇന്ന് വിജയമെന്നുള്ളത് നാളെ പരാജയമായി മാറിയേക്കാം. ഇന്ന് നേട്ടമെന്നുള്ളത് നാളെ ഒരു പക്ഷെ നഷ്ടമായേക്കാം. ജീവിതത്തിലുള്ള ഒരു പ്രശ്നങ്ങളെയും എടുത്തുചാടി വിധിക്കാനോ അതിനോട് പ്രതികരിക്കാനോ നിൽക്കാതിരിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. മനസ്സിൻ്റെ ശാന്തത ഒരിക്കലും കൈവിടരുത്. നമ്മുടെ പ്രവൃത്തികളിൽ നാം ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ചെയ്യുന്ന പ്രവൃത്തികൾ ചെയ്തുകൊണ്ടേയിരിക്കുക. ഒന്നിനും തിടുക്കം കൂട്ടാതിരിക്കുക. തിടുക്കം കൂട്ടലുകൾ ഒരുപക്ഷെ കൂടുതൽ നിരാശകളിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കും. എന്തെങ്കിലും തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുൻപ് ഒന്ന് ചിന്തിക്കുക, ഇത് നമുക്ക് നല്ലതിനാണോ എന്ന്. ചുറ്റുമുള്ള ആളുകളുടെ അഭിപ്രായം കേട്ട് നമ്മുടെ തീരുമാനങ്ങളെ ഓരോ ദിവസവും ഓരോ നിമിഷവും തിരുത്താൻ നിൽക്കരുത് കേട്ടോ. പൊതുജനം പലവിധമാണ്. അവർക്കെല്ലാത്തിനും അഭിപ്രായമുണ്ടാകും. പക്ഷേ നിന്റെ തീരുമാനങ്ങളാണ് നിന്റെ ജീവിതത്തിന് എപ്പോഴും വെളിച്ചം പകരേണ്ടുന്നത്. കൂടെയുണ്ട്, കൂട്ടിനുണ്ട്, പിന്നെ എൻ്റെ പ്രാർത്ഥനയും.